ഒരു പെട്രോൾ പമ്പ് ജീവനക്കാരൻ കോടികൾ ഉണ്ടാക്കിയ കഥ കേൾക്കുമ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ്. എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ ഇങ്ങനെ കോടികൾ പെട്രോൾ പമ്പിൽ മാത്രം ജോലി ചെയ്തുണ്ടാക്കിയത്? ഇതൊരു കഥയൊന്നുമല്ല, USA വെർമോണ്ടിലെ റൊണാൾഡ് റീഡിന്റെ ജീവിതമാണിത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും ഒരു പെട്രോൾ പമ്പിലും അതേപോലെ തന്നെ പിന്നീട് ഒരു ജനറേറ്ററായിട്ടുമാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ഒരു സാലറിയിൽ നിന്ന് അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി, ദശാബ്ദങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിന്റെ 92ാമത്തെ വയസ്സിൽ മരിക്കുന്ന സമയത്ത് $8 മില്യൺ ആയിരുന്നു അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ഇദ്ദേഹത്തെ കൊണ്ട് ഇത് സാധിച്ചത്? കൃത്യമായിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും, അത് കോമ്പൗണ്ട് ചെയ്യുന്നതിലൂടെ വളരെ നല്ലൊരു ഗ്രോത്ത് ആണ് ഇദ്ദേഹം ഏൺ ചെയ്തെടുത്തത്. കൃത്യമായി പറഞ്ഞ നല്ല രീതിയിലുള്ള പഠനത്തിലൂടെയും വായനയിലൂടെയാണ് ഈ ഒരു വെൽത്ത് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചത്. നമ്മൾക്കും ഇതുപോലെ പറ്റുമോ? നല്ല പുസ്തക വായന ഉണ്ടെങ്കിൽ ഇത് സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ലൈഫിനെ മെച്ചപ്പെടുത്താൻ പോകുന്ന 5 പുസ്തകങ്ങളെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു എൻട്രി ഫിൻ അക്കാഡമി. ദിസ് ഇസ് എലിസബത്ത്. ഞാൻ ഈ പറയുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുക മാത്രമല്ല, അതിലെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ നമുക്ക് വെൽത്ത് ബിൽഡ് ചെയ്യാൻ, അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്ക് നല്ല ഐഡിയാസ് നമുക്ക് കിട്ടുന്നതാണ്. സോ ആദ്യത്തെ ബുക്ക് നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾ എല്ലാവരും ഈ ബുക്കിന്റെ പേര് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ മലയാളം പതിപ്പും ഉണ്ട്, ഇംഗ്ലീഷ് പതിപ്പും ഒക്കെ ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും വായിക്കാം. ഓഡിയോ ബുക്സ് ആയിട്ട് വരെ ഇത് അവൈലബിൾ ആണ്. ഇതിൽ ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് റോബർട്ട് കിയോസാക്കി എഴുതിയ റിച്ച് ഡാഡ് പുവർ ഡാഡ് ആണ്. ഇതിൽ ആ പേര് പറയുന്ന പോലെ തന്നെ 2 അച്ഛന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. അതായത് ഒന്നെന്ന് പറയുന്നത് റോബർട്ട് കിയോസാക്കിയുടെ ബയോളജിക്കൽ ഫാദർ. അദ്ദേഹം ഒരു പ്രൊഫസർ ആയിരുന്നു. അദ്ദേഹം ഒരു നോർമൽ വഴിയിലൂടെ പൈസ ഉണ്ടാക്കുക, അതായത് നമ്മൾ പഠിക്കുന്നു, പിന്നെ ഒരു ജോലിക്ക് പോകുന്നു, ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണം എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തെയാണ് റോബർട്ട് കിയോസാക്കി പുവർ ഡാഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് റോബർട്ട് കിയോസാക്കിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അച്ഛനാണ്. ഇദ്ദേഹം ഒരു ബിസിനസ് മാൻ ആണ്. അതായത് വെൽത്ത് ബിൽഡിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താണ്. ഒരു ഡ്രോപ്പ് ഔട്ടും കൂടാണ് ഇദ്ദേഹം. എന്നിട്ട് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയ ഒരാളാണ് ഈ റിച്ച് ഡാഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ റോബർട്ട് കിയോസാക്കിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അച്ഛൻ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ഒരു ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ബുക്ക് വായിക്കുന്നതിലൂടെ നമുക്ക് കൃത്യമായിട്ട് അസറ്റ് എന്താണ്, ലൈബിലിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഈ ഒരു ബുക്ക് വായിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കീ ലെസൺ ആണ് റിച്ച് ഡസൻറ്റ് വർക്ക് ഫോർ മണി, ദേ മേക്ക് മണി വർക്ക് ഫോർ ദം. അതായത് ഇവിടെ നമ്മുടെ പുവർ ഡാഡ് പറയാറുണ്ട്, അതായത് നമുക്ക് കോളേജിൽ പോവുക, പഠിക്കുക, എന്നിട്ടൊരു ജോലി ലഭിക്കുക. പക്ഷെ റിച്ച് ഡാഡ് പറയുന്നത് നേരെ തിരിച്ചാണ്. എങ്ങനെ പൈസ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക. അതായത് നമ്മുടെ പണത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കുക, പണത്തിനെ വർക്ക് ചെയ്യിപ്പിക്കുക, അതിൽ നിന്ന് കൂടുതൽ പണം സമ്പാദിക്കുക എന്നുള്ളതാണ് റിച്ച് ഡാഡ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു ബുക്ക് എന്തുകൊണ്ട് നമ്മൾ ആദ്യം വായിക്കണം എന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ ഒരു ബുക്ക് വായിക്കുന്നതിലൂടെ നമുക്ക് അസറ്റ് എന്താണെന്ന് മനസ്സിലാവും, കൃത്യമായിട്ട് ലൈബിലിറ്റി എന്താണെന്ന് മനസ്സിലാവും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ കാർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അസറ്റ് ആണെന്ന്. പക്ഷെ കാർ ഒരു അസറ്റ് അല്ല, അതൊരു ലൈബിലിറ്റിയാണ്. കാരണം നമ്മുടെ പോക്കറ്റിൽ നിന്നാണ് ഇതിന് പൈസ പോകുന്നത്. പക്ഷെ ഒരു കൃത്യമായിട്ടുള്ള അസറ്റ് എന്താണ്? നമ്മളുടെ പോക്കറ്റിലോട്ട് പണം തരുന്നതാണ് അസറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വീടൊക്കെ വാടകയ്ക്ക് കൊടുക്കത്തില്ലേ, ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കത്തില്ലേ, ഇതൊക്കെ ഒരു അസറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ ഒരു പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് അസറ്റ് എന്താണ്, ലൈബിലിറ്റി എന്താണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു അവബോധം നമുക്ക് ലഭിക്കുന്നതാണ്. സോ ആദ്യത്തെ ഒരു ഫൗണ്ടേഷൻ എന്ന രീതിയിൽ വായിക്കാൻ പറ്റിയ ഒരു ബുക്കാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. സിമ്പിൾ ലാംഗ്വേജ് ആണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകുകയും ചെയ്യും. റിച്ച് ഡാഡ് പുവർ ഡാഡിന് ശേഷം നമുക്ക് വായിക്കാൻ പറ്റിയ രണ്ടാമത്തെ ബുക്കാണ് സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്നത്. ഇതിനകത്ത് കൂടുതലും പണത്തെ പറ്റിയാണ് പറയുന്നത്. പണത്തിന്റെ സൈക്കോളജി, നമ്മൾ എന്തുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് എംഫസൈസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബിഹേവിയർ നമുക്ക് പൈസ കൊണ്ടുതരുന്നു. അതായത് നമ്മൾ എത്ര സ്മാർട്ടാണ് എന്നുള്ളതിലല്ല കാര്യം, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ഡിസിപ്ലിൻഡ് ആയിട്ട് എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം പേഷ്യൻ്റ് ആണ് എന്നതിനൊക്കെ അപേക്ഷിച്ചിരിക്കും നമ്മുടെ ഒരു വെൽത്ത് എന്നൂടെ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ആൻഡ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് വെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു എന്നതിൽ മാത്രമല്ല, വെൽത്ത് നിലനിർത്തുന്നതിലാണ് കാര്യം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ബുക്കിൽ വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് കോമ്പൗണ്ടിങ്ങിനെ പറ്റി, എത്രത്തോളം നന്നായിട്ട് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നതിനെ പറ്റി. ഈ ഞാൻ ആദ്യം പറഞ്ഞ റൊണാൾഡ് റീഡിന്റെ കഥയില്ലേ, അത് ഈ ഒരു പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു ബുക്കിൽ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടാണിത്. അതായത് എത്ര രൂപയുണ്ട് എന്നതിലല്ല കാര്യം, നമുക്ക് ഈ രൂപ കൊണ്ട് എത്രത്തോളം ഗുണമുണ്ട്, ഇത് എത്രത്തോളം നമ്മുടെ ടൈമിനും എഫേർട്ടിനും, അതേപോലെ നമുക്ക് എത്രത്തോളം ഫ്രീഡം തരുന്നുണ്ട് എന്നതിലാണ് കാര്യം എന്നൂടെ ഈ ബുക്കിൽ എടുത്തു പറയുന്നുണ്ട്. നല്ലൊരു ബുക്കാണ്, വായിക്കാൻ പറ്റുകയാണ്. നിങ്ങളെല്ലാവരും ഇതുകൂടെ റെഫർ ചെയ്യുക. നമ്മൾ അസറ്റിനെയും ലൈബിലിറ്റിനെ പറ്റി മനസ്സിലാക്കി, നമ്മൾ പിന്നെ മണീനെ പറ്റി മനസ്സിലാക്കി. ഇനി എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പാർട്ടാണ്. നമുക്കറിയാം, ലോകം കണ്ടതിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററാണ് വാറൻ ബഫറ്റ് എന്ന് പറയുന്നത്. വാറൻ ബഫറ്റിന് ഒരു മെന്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണ്. വാറൻ ബഫറ്റ് പോലും ഇതിനെ വിശേഷിപ്പിക്കുന്നത് ദ ബൈബിൾ ഓഫ് ഇൻവെസ്റ്റിംഗ് എന്നാണ്.
ബെഞ്ചമിൻ ഗ്രഹാം എഴുതിയ ദ ഇന്റലിജന്റ് ഇൻവെസ്റ്റർ. ഇതിന്റെ ഒരു കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വാല്യൂ ഇൻവെസ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കിലൊക്കെ കണ്ടുപിടിച്ച് അതിൽ നമ്മൾ ഇൻവെസ്റ്റഡ് ആയിട്ട് വർഷങ്ങളോളം ഇരിക്കുന്നു. എന്നിട്ട് അതിനെ വിൽക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു വലിയ ഹോട്ട് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ അതിനെ ചേസ് ചെയ്ത് പോവുകയല്ല ചെയ്യുന്നത്. നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തി അതിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു ബുക്കിൽ പറയുന്ന ഒരു കോർ കോൺസെപ്റ്റ്. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്സ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വായിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണിത്. ഇനി നമുക്ക് 4ാമത്തെ ബുക്ക് പരിചയപ്പെടാം. ഇത് നമുക്ക് നമ്മളുടെ ഒരു ട്രഡീഷണലോട്ട് തിരിച്ചു വരാം. അതായത് ഇന്ത്യൻ ഓഥർ എഴുതിയ ഒരു ബുക്കാണ്. സൗരഭ് മുഖർജിയാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. ഈ ബുക്കിന്റെ പേരാണ് കോഫി ക്യാൻ ഇൻവെസ്റ്റിംഗ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അമേരിക്കയിലൊക്കെ ഒരു ട്രഡീഷൻ ഉണ്ട്. വാല്യുബിൾ ആയിട്ടുള്ള ഒക്കെ കാര്യങ്ങൾ ഒരു കോഫി ക്യാനിൽ ഇട്ട് വെച്ചിട്ട് അതിനെ പറ്റി മറന്നു പോവുക. ഇദ്ദേഹവും ഇവിടെ ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കുറച്ച് സ്റ്റോക്സിൽ, ഒരുപാട് സ്റ്റോക്കുകൾ ഇപ്പം 100-200 സ്റ്റോക്സ് ഒന്നും കണ്ടുപിടിച്ചാൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല. ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള നല്ല സ്റ്റോക്കുകൾ നോക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനെപ്പറ്റി അങ്ങ് മറന്നു പോകുന്നു. ഇദ്ദേഹം ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് 10 ക്വാളിറ്റി സ്റ്റോക്സിൽ 10 കൊല്ലത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിരിക്കും. ആകെ നമ്മൾ നല്ല രീതിയിലുള്ള സ്റ്റോക്സ് ആണോ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മളല്ലാതെ വലിയ ഹോട്ട് സ്റ്റോക്സ് അല്ലെങ്കിൽ ഇത്ര 100x എനിക്ക് റിട്ടേൺസ് തരുന്ന സ്റ്റോക്സ് അങ്ങനെ ഒന്നും നോക്കി പോകേണ്ട കാര്യമില്ല. അല്ലാതെ ഏറ്റവും നല്ല സ്റ്റോക്സ് നോക്കി നമ്മൾ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുന്നു. എന്നിട്ട് അതിനെ പറ്റി അങ്ങ് മറന്നു കളയാം. മാർക്കറ്റ് ഫോളോ ആകുമ്പോൾ പോയി അയ്യോ എൻ്റെ സ്റ്റോക്ക് എന്ത് ചെയ്യുക അങ്ങനെ നോക്കുന്നതല്ല. നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനെപ്പറ്റി മറന്നു പോകുന്നു. ഇതാണ് ഈ ഒരു ബുക്കിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഒരു ഇന്ത്യൻ ഓഥറിന്റെ ബുക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വായിച്ചു നോക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. എസ്പെഷ്യലി ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു ബുക്കാണ്. ഇതുവരെ നമ്മൾ എന്തിനെ പറ്റിയൊക്കെ സംസാരിച്ചു? നമ്മൾ അസറ്റ്സ് ലൈബിലിറ്റീസിനെ പറ്റി സംസാരിച്ചു. അതേപോലെ തന്നെ മണിയുടെ ഒരു സൈക്കോളജി പഠിച്ചു. ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റി സംസാരിച്ചു. നമ്മൾ ഈ കൂട്ടത്തിൽ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരാളാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് ഒക്കെ തുടങ്ങി എന്നിട്ട് സക്സസ്ഫുൾ ആകുന്നില്ല, കുറച്ച് ലോസ് ഒക്കെ വരുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് മാർക്ക് ഡഗ്ലസ് എഴുതിയിരിക്കുന്ന ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന് പറയുന്ന ബുക്ക്. ഈ ഒരു ബുക്കിൽ പറയുന്നത് കുറേ ട്രേഡിംഗ് സ്ട്രാറ്റജീസും അതേപോലെ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ പറയുന്നത് വെച്ചാൽ ട്രേഡിങ്ങിന്റെ സൈക്കോളജിയാണ്. മൊത്തത്തിൽ പറയുവാണെങ്കിൽ നമുക്ക് വിജയിക്കാനുള്ള സാധ്യതകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഈ ബുക്ക് ഡീൽ ചെയ്യുന്ന പ്രോബബിലിറ്റീസിനെ പറ്റിയാണ്. അതായത് ഒരു ട്രേഡ് ജയിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട് അങ്ങനത്തെ പ്രോബബിലിറ്റീസിനെ പറ്റിയാണ് ഈ ഒരു ബുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പലരും കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, 2 ട്രേഡ് അടുപ്പിച്ച് ലോസായി. അപ്പോഴത്തേക്ക് നമുക്ക് വളരെ സങ്കടമായിരിക്കും. ഓക്കെ, എനിക്ക് ലോസ് വന്നു, ഇത്രത്തോളം ലോസ് വരുന്നു, ഇനി ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അടുപ്പിച്ച് ഇത്രയും ലോസ് വരുന്നു, അങ്ങനത്തെ ഉള്ള കുറേ ചിന്തകളായിരിക്കും നമ്മളുടെ മനസ്സിൽ കൂടെ പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഒരു 100 ട്രേഡ് എടുക്കുക. ആ 100 ട്രേഡിന്റെ മൊത്തത്തിലുള്ള പ്രോബബിലിറ്റി നോക്കിയിട്ട് മാത്രം നമ്മളൊരു സ്ട്രാറ്റജി ഫിക്സ് ചെയ്യുക. മൊത്തത്തിൽ പറയുവാണെങ്കിൽ നമ്മുടെ സൈക്കോളജീനെ പറ്റിയിട്ടാണ് ഈ ഒരു ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന് പറയുന്ന ബുക്കിൽ പറയുന്നത്. സോ പുതിയതായിട്ട് ട്രേഡിങ്ങിലോട്ട് വരുന്നവരും അതേപോലെ തന്നെ ട്രേഡിംഗ് ചെയ്യുന്നുണ്ട് എന്നിട്ട് സക്സസ്ഫുൾ ആകുന്നില്ല എന്ന് തോന്നുന്ന ആൾക്കാർക്കും വായിക്കാൻ പറ്റിയ ബുക്കാണ് ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന് പറയുന്നത്. ഈ വീഡിയോയിലൂടെ നമ്മൾ 5 ബുക്കിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് അസറ്റ് എന്താണ്, ലൈബിലിറ്റി എന്താണ് എന്നതിനെ പറ്റി പറയുന്ന ബുക്ക് തൊട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ട്രേഡിംഗ് ടോപ്പിക്സിനെ പറ്റി പറയുന്ന ബുക്ക് വരെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ മണി, അതേപോലെ ഇൻവെസ്റ്റ്മെന്റ്, ട്രേഡിംഗ്, ഇതിനെപ്പറ്റി അറിയാനായിട്ട് പറ്റിയ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 5 പുസ്തകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സോ നിങ്ങൾ എല്ലാവരും അതൊന്ന് വായിച്ചു നോക്കുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.